ഫ്രണ്ട്സ്, തോരൻ വയ്ക്കുമ്പോൾ കയ്പുള്ളതുകൊണ്ട് പാവയ്ക്ക ഉണ്ടാക്കാൻ മടിയുള്ളവരാണോ? ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒട്ടും കയ്പില്ലാതെ നല്ലൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി സബോള പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഈ പാവയ്ക്ക തോരൻ വെക്കുമ്പോഴേ ആദ്യം നമ്മൾ പാവയ്ക്ക അരിയരുതെന്നാണ് പറയുന്നത് കേട്ടോ. അരിഞ്ഞ് വെക്കുമ്പോഴേ തന്നെ കയ്പ് നല്ലപോലെ ഇറങ്ങി വരും. അതുകൊണ്ടാണ് അതിന് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ആദ്യം അരിഞ്ഞിട്ട് പിന്നീട് അരിയാൻ പറയുന്നത്. ഫിംഗർ ക്യാപ്പ് കയ്യിലിട്ട് ഇങ്ങനെ അരിയാനാണ് എനിക്കിഷ്ടം. നിങ്ങളിങ്ങനെയാണോ അതോ കട്ടിംഗ് ബോർഡിലാണോ അരിയുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ശേഷം പച്ചമുളകും അങ്ങനെ അരിഞ്ഞെടുക്കാം. തീരെ പൊടിയായിട്ട് പാവയ്ക്ക അരിഞ്ഞെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. നല്ല നല്ല കുക്കിംഗ് വീഡിയോസുകൾ ട്രഡീഷണലായിട്ടുള്ളതും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. പാവയ്ക്ക ഇവിടെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പാവയ്ക്കയുടെ കയ്പ് പോകാൻ കുറച്ച് ഉപ്പുപൊടി വിതറി നല്ലപോലെ തിരുമ്മിയെടുക്കണേ. ഉപ്പുപൊടി പാവയ്ക്കയിൽ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ അങ്ങോട്ട് തിരുമ്മിയെടുക്കാം. ഉപ്പുപൊടി വിതറി 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം തിരുമ്മിയെടുത്താൽ ഒട്ടും കയ്പുണ്ടാവില്ലേ. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ അപ്പോൾ തന്നെ തിരുമ്മിയെടുത്ത് പിഴിഞ്ഞെടുക്കുകയാണ്. പാവയ്ക്കയല്ലേ, കുറച്ച് കയ്പൊക്കെ ഇരിക്കട്ടെ അല്ലേ. ഉള്ളിയോ സബോളയോ അതിലേതാണേലും ഏറെ എടുക്കുന്നത് നല്ലതാട്ടോ. ആ കയ്പ് പോകാനായിട്ട് കുറച്ച് കൂടുതൽ അളവിൽ തേങ്ങയും കൂടി എടുക്കാം. പാവയ്ക്ക നമ്മൾ ഉപ്പിലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ആദ്യം തന്നെ ഇഞ്ചി, ഉള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞത്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴന്ന് വരട്ടെ. അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്കയും ഒന്ന് വാടിയതിന് ശേഷം ആവശ്യത്തിന് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഉപ്പിട്ട് പിഴിഞ്ഞതുകൊണ്ട് പാവയ്ക്കയിൽ ലേശം ഉപ്പ് കാണും. നമുക്കത് വെന്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് ചുറ്റുമൊന്ന് തട്ടിപ്പൊത്തി വെച്ച് നല്ലപോലെ തട്ടിപ്പൊത്തി വെക്കണേ. എന്നിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറക്കുമ്പോൾ ഇളക്കിയെടുത്തിട്ട് ഉപ്പ് പോരെങ്കിൽ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി തട്ടിപ്പൊത്തി വെച്ച് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വേണേ. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇളക്കി എടുത്താൽ മതി. നമ്മുടെ പാവയ്ക്ക തോരൻ റെഡിയായി.